അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് സം ടു എൻ ടേംസിൻ്റെ ഇക്വേഷൻ, nth ടേം ഓഫ് എ പിയുടെ ഇക്വേഷൻ, അതേപോലെ അരിത്തമെറ്റിക് മീൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എൻ എ പി mth term is n and nth term is n and nth term is m. Question number 1, find first term and common difference. Find d and f. Question number 2, find m plus nth term. Third question, find pth term. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ mth ടേം f പ്ലസ് mth ടേം ഈക്വൽ ടു m n ഇക്വേഷൻ nth ടേം ഈക്വൽ ടു m. nth ടേമിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എന്താണ് പഠിച്ചത്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ mth ടേമിൻ്റെ ഇക്വേഷൻ എന്താണ്? f പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n. ഇക്വേഷൻ നമ്പർ 1. f പ്ലസ് nth ടേം എന്താണ്? n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു m. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 കുറച്ച് കളയുന്നു. f മൈനസ് f ഈക്വൽ ടു 0. m മൈനസ് 1 ഇൻറ്റു ഡി മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n മൈനസ് m. ഡി കോമൺ ആയി ഔട്ട് സൈഡ് ചെയ്തു. m മൈനസ് 1 മൈനസ് n മൈനസ് 1 ഓക്കെ ഈക്വൽ ടു n മൈനസ് m. ഈ മൈനസ് 1ഉം മൈനസ് 1ഉം ക്യാൻസലായി. ഇനി m മൈനസ് n ഇൻറ്റു ഡി ഈക്വൽ ടു n മൈനസ് m എന്ന് കിട്ടി. ഇനി എന്താണ്? d ഈക്വൽ ടു n മൈനസ് m ഡിവൈഡഡ് ബൈ m മൈനസ് n. എന്താണ്? 5 മൈനസ് 3 ബൈ 3 മൈനസ് 5 ചെയ്ത് നോക്കൂ. മൈനസ് 1 അല്ലേ? 4 മൈനസ് 3 ബൈ 3 മൈനസ് 4 എന്താണ്? മൈനസ് 1 അല്ലേ? ഇവിടുന്ന് m മൈനസ് n ഔട്ട് സൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1. d ഈക്വൽ ടു മൈനസ് 1. ഇനി നമുക്ക് ഫസ്റ്റ് ടേം വേണം. പുട്ട് d ഈക്വൽ ടു മൈനസ് 1 ഇൻ ഇക്വേഷൻ നമ്പർ 1. 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. f പ്ലസ് m മൈനസ് 1 ഇൻറ്റു ഡി എന്താണ്? മൈനസ് 1 ഈക്വൽ ടു n. f മൈനസ് 1 ഇൻറ്റു m മൈനസ് m മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു n. ദെൻ f ഈക്വൽ ടു n. ഈ മൈനസ് n m ഈ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് m, ഈ 1 ഈ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 1. f കിട്ടി m പ്ലസ് n മൈനസ് 1 ഓർ n പ്ലസ് m മൈനസ് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? m പ്ലസ് nth ടേം. nth ടേമിൻ്റെ ഇക്വേഷൻ എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അങ്ങനെയാണെങ്കിൽ m പ്ലസ് nth ടേം എന്താണ്? m പ്ലസ് nth ടേം ഈക്വൽ ടു f പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. എഫിന് പകരം n പ്ലസ് m മൈനസ് 1 പ്ലസ് m പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്താണ്? മൈനസ് 1 ആണ്. ഈക്വൽ ടു n പ്ലസ് m മൈനസ് 1 പ്ലസ് m ഇൻറ്റു മൈനസ് 1 മൈനസ് m n ഇൻറ്റു മൈനസ് 1 മൈനസ് n മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു എന്താണ്? 0 ആണ്. എല്ലാം ക്യാൻസലായി. ഇനി നെക്സ്റ്റ് എന്താണ്? pth ടേമിൻ്റെ ഇക്വേഷൻ എന്താണ്? pth ടേം ഈക്വൽ ടു f പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു f എന്താണ്? n പ്ലസ് m മൈനസ് 1 പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി എന്താണ്? മൈനസ് 1 ഈക്വൽ ടു n പ്ലസ് m മൈനസ് 1 p ഇൻറ്റു മൈനസ് 1 മൈനസ് p മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 ഓക്കെ ഈക്വൽ ടു n പ്ലസ് m മൈനസ് p. ഇതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ?
ഡിയും എഫും കിട്ടി, എം പ്ലസ് nth ടേം 0 എന്ന് കിട്ടി, pth ടേം എന്ത് കിട്ടി, n പ്ലസ് എം മൈനസ് പി എന്ന് കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സം ടു n terms of arithmetic progressions are given below. Find the first term common difference, also form the APs. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, Sn equal to 2n square plus 3n. ഇതൊരു AP യുടെ nth ടേമിന്റെ ഇക്വേഷൻ ആണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേമും വേണം, അതേപോലെ കോമൺ ഡിഫറൻസ് വേണം, AP ഫോം ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. Sn 2n സ്ക്വയർ പ്ലസ് 3n. നിങ്ങളോട് ചോദിക്കുന്നു ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്ത് എന്ന് ചോദിക്കുന്നു. സം ടു n ടേംസ് ഓഫ് ഫസ്റ്റ് 10 ടേംസ്. എന്തായിരിക്കും ആൻസർ? S10 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 10 ഈക്വൽ ടു 10 സ്ക്വയർ 100 ഇൻറ്റു 2 200 പ്ലസ് 30 230. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഒരു പദങ്ങളുടെ തുക സം ടു n ഫസ്റ്റ് ടേം തന്നെയല്ലേ. S1ഉം x1ഉം സെയിം ആണ്. n-ന് പകരം 1 എന്ന് കൊടുക്കുക. 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 ഈക്വൽ ടു 1 സ്ക്വയർ 1 1 ഇൻറ്റു 2 2 പ്ലസ് 3 ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി n-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ S2 ആണ്. S2 n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 പദങ്ങളുടെ തുകയാണ്. S2 ഈക്വൽ ടു x1 പ്ലസ് x2 ആണ് ഈക്വൽ ടു 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ 4 ഇൻറ്റു 2 8 പ്ലസ് 6 3 ഇൻറ്റു 2 6 ഈക്വൽ ടു 14. ക്ലിയർ ആണല്ലോ. x1 5ഉം x1 പ്ലസ് x2 14ഉം x1 5 ആണ്. അപ്പോൾ 5 പ്ലസ് x2 ഈക്വൽ ടു 14. ദെൻ x2 ഈക്വൽ ടു 14 മൈനസ് 5 ഈക്വൽ ടു 9. ഫസ്റ്റ് ടേം എന്താണ് കിട്ടിയത്? 5 ആണ്. സെക്കൻഡ് ടേം 9 ആണ്. 5 പ്ലസ് 9 ഈക്വൽ ടു 14. ഓക്കെ, 5 പ്ലസ് 4 ഈക്വൽ ടു 9. 9 പ്ലസ് 4 ഈക്വൽ ടു 13. 13 പ്ലസ് 4 ഈക്വൽ ടു 17 എക്സെട്ര. ഇതാണല്ലോ AP. 5 9 13 17 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്? F ഈക്വൽ ടു 5 ആൻഡ് D ഈക്വൽ ടു 9 മൈനസ് 5 ഈക്വൽ ടു 4. ഇതാണല്ലോ ആൻസർ. ഞാൻ ഇത്രയും സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റെപ്പിൽ ആൻസർ ഇനി മുതൽ ഒരു സ്റ്റെപ്പിൽ എങ്ങനെ ആൻസർ എഴുതാമെന്ന് നോക്കാം. ഒരൊറ്റ സ്റ്റെപ്പിലെ, അതായത് നിങ്ങൾ പഠിക്കേണ്ടത് Sn ഈക്വൽ ടു Pn സ്ക്വയർ പ്ലസ് Qn ആണെങ്കിൽ F ഈക്വൽ ടു ഫസ്റ്റ് ടേം ഈക്വൽ ടു P പ്ലസ് Q ആയിരിക്കും. അതേപോലെ കോമൺ ഡിഫറൻസ് 2P ആയിരിക്കും. ഇത് ഷോർട്ട് കട്ടാണ്. Sn ഈക്വൽ ടു Pn സ്ക്വയർ പ്ലസ് Qn ആണെങ്കിൽ F ഈക്വൽ ടു P പ്ലസ് Q ആൻഡ് D ഈക്വൽ ടു 2P. നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. Sn ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 3n. ദെൻ F ഈക്വൽ ടു എന്താണ്? 2 പ്ലസ് 3. കോയിഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ പ്ലസ് കോയിഫിഷ്യന്റ് ഓഫ് n. 2 പ്ലസ് 3 ഈക്വൽ ടു 5 ആണ് F. ഇനി D എന്താണ്? 2P ഈക്വൽ ടു 2 ഇൻറ്റു P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ 2 ഇൻറ്റു 2 ഈക്വൽ ടു 4. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? F ഈക്വൽ ടു 5 D ഈക്വൽ ടു 4. ഇത്രയും സ്റ്റെപ്പ് എഴുതണമെന്നില്ല. ഇനി നിങ്ങളോട് ആദ്യത്തെ 100 പദങ്ങളുടെ തുക സം ടു ഫസ്റ്റ് 100th ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഈ വേ യൂസ് ചെയ്താൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ Sn ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് Sn ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2n. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? F ഈക്വൽ ടു കോയിഫിഷ്യന്റ് ഓഫ് n സ്ക്വയർ പ്ലസ് കോയിഫിഷ്യന്റ് ഓഫ് n. 1 പ്ലസ് 2 ഈക്വൽ ടു 3 ആണ്
then d equal to എന്താണ് 2p 2 into coefficient of n square 2 into 1 equal to 2 അങ്ങനെയാണ് AP എന്താ 3 plus 2 5 7 etc. ഇതാണ് AP. ക്ലിയർ ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ Sn equal to 3n square minus 2n. അങ്ങനെയാണെങ്കിൽ F എന്താണ് 3 minus 2 equal to 1. D എന്താണ് 2p 2 into 3 equal to 6. ആൻസർ എന്താണ് AP എന്താണ് 1 1 plus 6 7. ഓക്കെ, ഇതാണ് AP. 7 plus 6 13 etc. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Sn equal to n square minus 3n. അങ്ങനെയാണ് F എന്താണ് coefficient of n square 1 plus coefficient of n minus 3 equal to minus 2. D എന്താണ് D equal to 2p equal to 2 into 1 equal to 2. ക്ലിയർ ആണല്ലോ. ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in an AP given the sum of 3 consecutive terms of AP is 21 and their product is 280. ആദ്യത്തെ 3 പദങ്ങൾ കൂട്ടിയപ്പോൾ 21 എന്ന് കിട്ടി. ഇനി അത് 3 ഗുണിച്ചപ്പോൾ 280 എന്ന് കിട്ടി. Question number 1, find the middle term. Question number 2, find the remaining two terms. Question ഇങ്ങനെയാണ്, given the sum of 3 consecutive term in an AP is 21 and their product is 280. Find the middle term, find the remaining two terms. നമുക്ക് നോക്കാം. ആദ്യത്തെ 3 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ 3 പദങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. F minus D, F plus D. ഇതാണ് ആദ്യത്തെ 3 പദങ്ങൾ. F minus D, F plus D. ഇതൊരു AP ആണ്. ക്ലിയർ ആണല്ലോ. ഇത് 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21 ആണ്. F minus D plus F plus D equal to 21. ക്ലിയർ ആണല്ലോ. F plus F equal to 2F. മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആയി. ഇനി ഈക്വൽ ടു 21 3F ആണ്. സോറി, F plus equal to 3F equal to 21 implies F equal to 21/3 equal to 7. അതായത് മിഡിൽ ടേം നമുക്ക് കിട്ടി 7 എന്ന് കിട്ടി. ഇനി ബാക്കി 2 ടേം F minus ഡിയും വേണം, F plus ഡിയും വേണം. ഇത് 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 280 ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. F minus D into F plus D equal to 280. F minus D into F plus D എന്ന് പറഞ്ഞാൽ F square minus D square into F equal to 280. A plus B into A minus B equal to A square minus B square ആണ്. F plus D into F minus D equal to F square. ഇനി Fന് പകരം 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 7 square minus D square into 7 equal to 280. 49 minus D square equal to 280 divided by 7. 49 minus D square equal to 40. 49 minus 40 equal to D square ഈ സൈഡിലേക്ക് പോയി. അപ്പോൾ 49 minus 9 equal to D square implies D equal to plus or minus 3. ഡിക്ക് 3 എന്ന വാല്യൂ ഉണ്ട്, അതേപോലെ -3 എന്ന വാല്യൂ ഉണ്ട്. ഇനി F7 എന്നെടുക്കുന്നു, D3 എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ AP എന്താണ് ഉണ്ടാവുക? F minus D 7 minus 3 4, F 3 7 F plus D 7 plus 3 10. ഓക്കെ, ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
21 ആണ്. അതേപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 280 ആണ്. ഇനി നെക്സ്റ്റ് എഫ് ഈക്വൽ ടു 7 ആൻഡ് ഡി ഈക്വൽ ടു -3. f minus d, 7 minus -3, 7 minus -3 equal to 10, then 7 minus 3 4. ഈ AP യും കറക്റ്റ് ആണ്. 4,7,10 or 10,7,4 ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum to n terms of two arithmetic progressions are in the ratio 3n plus 8 is to 7n plus 15. 3n plus 8 is to 7n plus 15. The sum to n terms of two arithmetic progressions are in the ratio 3n plus 8 is to 7n plus 15. Find their ratio of their 12th term. Find ratio of their 12th term. ഇതാണ് ക്വസ്റ്റ്യൻ. Sum to n terms of two arithmetic progressions are in the ratio 3n plus 8 is to 7n plus 15. നമുക്ക് നോക്കാം. Sum to n terms of first AP divided by sum to n terms of second AP equal to 3n plus 8 divided by 7n plus 15. ഇതാണ് നിങ്ങൾക്ക് ഡാറ്റ തന്നത്. സം ടു n terms of AP യുടെ ഇക്വേഷൻ എന്താണ്? n/2 into 2f plus n minus 1 into d divided by n/2 into 2f plus n minus 1 into d equal to 3n plus 8 divided by 7n plus 15. ഞാൻ ഇവിടെ ചെയ്തത് ഫസ്റ്റ് AP യുടെ ഫസ്റ്റ് ടേം ക്യാപിറ്റൽ ലെറ്റർ F, കോമൺ ഡിഫറൻസ് D. ഇവിടെ സെക്കൻഡ് AP യുടെ ഫസ്റ്റ് ടേം സ്മോൾ ലെറ്റർ F, കോമൺ ഡിഫറൻസ് സ്മോൾ ലെറ്റർ D. ഇതാണ് യൂസ് ചെയ്തത്. ഇനി ഈ n/2 ക്യാൻസലായി. ബാക്കി എന്താണുള്ളത്? 2f plus n minus 1 into d divided by 2f plus n minus 1 into d equal to 3n plus 8 divided by 7n plus 15. ക്ലിയർ ആണല്ലോ. ഇനി 2 ഔട്ട്സൈഡ് ചെയ്യുന്നു. 2 into f plus n minus 1 by 2 into d ഈ സൈഡിൽ എഴുതാം. 2 into f plus n minus 1 by 2 into d divided by 2 into f plus n minus 1 by 2 into d equal to 3n plus 8 divided by 7n plus 15. രണ്ട് ഭാഗത്തുനിന്നും 2 കോമൺ ആക്കി ഔട്ട്സൈഡ് ചെയ്യുന്നു. 2f എന്ന് 2 ഔട്ട്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ f ആണ് ബാക്കിയുള്ളത്. n minus 1 into d എന്ന് 2 ഔട്ട്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ n minus 1 by 2 ആണ്. ഇനി ഈ 2 ക്യാൻസലായി. അപ്പോൾ എന്താണ്? f plus n minus 1 by 2 into d by f plus n minus 1 by 2 into d equal to 3n plus 8 divided by 7n plus 15. ക്ലിയർ ആണല്ലോ. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ? റേഷ്യോ ഓഫ് ദർ 12th ടേം. എന്താണ് റേഷ്യോ ഓഫ് ദർ 12th ടേം? f plus 11d divided by f plus 11d ആണല്ലോ. 12th ടേം 11d. അങ്ങനെയാണ് ഇവിടെ f plus 11d എന്നാക്കിയാൽ മതി. f plus 11d കിട്ടണമെങ്കിൽ n ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇവിടെ n-ന് പുട്ട് n ഈക്വൽ ടു 23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ f plus 23 minus 1 22 by 2 equal to 11. f plus 11d divided by f plus 23 minus 1 22 by 2 11d equal to 3 into 23 plus 8 divided by 7 into 23 plus 15. Okay, ഇതിന്റെ മീനിങ് എന്താണ്? 11th term of first AP, sorry 12th term of
ഫസ്റ്റ് AP ഡിവൈഡഡ് ബൈ 12th ടേം ഓഫ് സെക്കൻഡ് AP. ഇതാണ് അതിന്റെ മീനിങ്. 3 into 3 9, 3 into 6 sorry 3 into 2 6, 69 plus 8 divided by 3 into 7 21, 7 into 2 14, 14 plus 2 16 plus 15. ഇത് കിട്ടുക 77 by 176 ആണ്. 7 into 11, okay, then 17 1 into 11 66 6 7 by 16 ആണ് കിട്ടുക. അതായത് ആൻസർ എന്താണ്? റേഷ്യോ ഓഫ് ദർ 12th ടേം എന്താണ്? 7:16. ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഞാൻ ഇതൊന്ന് മായ്ക്കട്ടെ. റേഷ്യോ ഓഫ് 12th ടേം എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നിന് 23 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 23 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ f plus 11d by f plus 11d എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ an AP the first term is 2, f equal to 2, and sum of first 5 term equal to 1/4 of sum of next 5 terms. In an AP, first term is 2. The sum of first 5 terms equal to 1/4 of sum of next 5 terms. Find the common difference. Find the 20th term. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 പദങ്ങളുടെ തുക ഈക്വൽ ടു 1/4 ഓഫ് അടുത്ത 5 പദങ്ങളുടെ തുക. നമുക്ക് നോക്കാം. ആദ്യ പദം എഫ് ആണെങ്കിൽ സെക്കൻഡ് ടേം എന്താണ്? എഫ് പ്ലസ് ടി. തേർഡ് ടേം എന്താണ്? എഫ് പ്ലസ് 2d. നിങ്ങൾക്കറിയാമല്ലോ. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എഫ്, ഫസ്റ്റ് ടേം എഫ് പ്ലസ് സെക്കൻഡ് ടേം എഫ് പ്ലസ് ഡി പ്ലസ് തേർഡ് ടേം എഫ് പ്ലസ് 2d പ്ലസ് ഫോർത്ത് ടേം എഫ് പ്ലസ് 3d പ്ലസ് ഫിഫ്ത്ത് ടേം എഫ് പ്ലസ് 4d. ആദ്യത്തെ 5 പദങ്ങളുടെ തുക ഈക്വൽ ടു 1/4 ഓഫ് ഫിഫ്ത്ത് ടേം എഫ് പ്ലസ് സിക്സ്ത് ടേം എഫ് പ്ലസ് 5d, സെവൻത്ത് ടേം എഫ് പ്ലസ് 6d, എയ്ത്ത് ടേം എഫ് പ്ലസ് 7d, ninth term f plus 8d, 10th term f plus 9d. ക്ലിയർ ആണല്ലോ? ഇനി എഫ് 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 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5f, d പ്ലസ് 2d പ്ലസ് 3d പ്ലസ് 4d, 1 2 3 3 6 4 10d ഈക്വൽ ടു 1/4 ഇൻറ്റു 5f പ്ലസ് 5d 6d 7d 8d 9d 35d എന്ന് കിട്ടും. ഇനി 4 ഈ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 into 5 20f plus 4 into 10d 40d equal to 5f plus 35d. Next 40d minus 35d equal to 5f minus 20f. Clear ആണല്ലോ? 40d minus 35d equal to 5f minus 20f. 40d minus 35 5d equal to 5f minus 20f equal to minus 15f. f നമുക്കറിയാം. f എന്താണ്? implies 5d equal to f2 ആണ്. minus 15 into 2 minus 30 implies d equal to minus 30 by 5 equal to minus 6. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കോമൺ ഡിഫറൻസ് എത്രയാണ്? അത് നിങ്ങൾക്ക് കിട്ടി. -6 എന്ന് കിട്ടി. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് 20th ടേം ഈക്വൽ ടു എഫ് പ്ലസ് 19d ഈക്വൽ ടു എഫ് എന്താണ്? എഫ് എഫ് എന്താണ്? 2 പ്ലസ് 19 ഇൻറ്റു -6 ഈക്വൽ ടു 2 പ്ലസ് -114 ഈക്വൽ ടു -112. -112 ഇതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ?
അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിന്ന് ചെയ്തിട്ടുണ്ട്. സം ടു n ടേംസ് ഓഫ് AP ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഷോർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ആൻസർ കിട്ടാമെന്നൊക്കെ ഞാനിന്ന് ക്ലാസ് എടുത്തു. അതേപോലെ കുറച്ച് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനും കൂടി ഞാനിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. താങ്ക്